ഹായ്. നമ്മൾ നന്നായി വെട്ടി വിഴുങ്ങി വയറ് വീർത്ത ശേഷം 7 കോളയൊക്കെ കുടിച്ചാൽ വയറ് അല്പം ഒന്ന് ശാന്തമായ പോലെ തോന്നും അല്ലേ? ദഹനം ഫാസ്റ്റായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ഹൗ ഇസ് ഇറ്റ് ഈവൻ പോസിബിൾ? ഫുഡ് സേഫ്റ്റി ഡിസ്പ്ലേ ചെയ്യുന്ന ഷുഗർ ബോർഡ് പ്രകാരം 300 ml സ്പ്രൈറ്റ് ബോട്ടിൽ കണ്ടെയ്ൻസ് 29 gram ഓഫ് ഷുഗർ. പെപ്സി ആണെങ്കിൽ 33 gram, കോക്കിന് 32 gram. അപ്പൊ വെട്ടി വിഴുങ്ങിയ ശേഷം ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സ് അകത്തേക്ക് ചെല്ലുമ്പോൾ സഫക്കേഷൻ കൂടല്ലേ വേണ്ടത്? ബട്ട് എക്സ്പീരിയൻസ് നേരെ തിരിച്ചല്ലേ? ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തിട്ട് കാണുമല്ലോ. നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കാർബണേറ്റഡ് ആണല്ലേ, അതായത് ഫിസി ഡ്രിങ്ക്സ്. നമ്മളത് കുടിക്കുമ്പോൾ സ്റ്റൊമക് വാൾസ് സ്ലൈറ്റ്ലി എക്സ്പാൻഡ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ബർപ്പിങ്ങിന് കാരണമാകുന്നു, അതായത് ഏമ്പക്കം പുറത്തേക്ക് വരുന്നു. സ്റ്റൊമക്കിൽ ട്രാപ്പ് ആയിരിക്കുന്ന ഗ്യാസ് റിലീസ് ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ സ്റ്റൊമക് ലൈറ്ററായി ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു ചെറിയ എക്സ്റ്റെൻറ്റ് വരെയും സ്റ്റൊമക്ക് എംറ്റി ആവുകയും ഫുഡിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുകയും ദഹനം ഫാസ്റ്റ് ആവുകയും ചെയ്യുന്നു. ഇനി കൊക്കക്കോളയിലും പെപ്സിയിലും ഒക്കെ ഫോസ്ഫോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥ ഓൾറെഡി അസിഡിക് ആണല്ലോ. ഈ ഫോസ്ഫോറിക് ആസിഡിൻ്റെ അസിഡിറ്റി സ്റ്റൊമക്കിൻ്റെ ആക്ച്വൽ അസിഡിറ്റിയെ മിമിക് ചെയ്ത് ഡൈജഷൻ സപ്പോർട്ട് ചെയ്യും പോലും. ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിലും ഫോസ്ഫോറിക് ആസിഡ് സഹായിക്കുന്നു. അതുവഴി ദഹനം സപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ 7 പോലെയുള്ള ഡ്രിങ്ക്സിൽ ആഡഡ് സിട്രിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത്. സിട്രിക് ആസിഡ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമക്കിന് ആംബിയൻസ് സെറ്റ് ചെയ്യുന്നതിനും ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതോടൊപ്പം പെപ്സിൻ പോലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെയും ഉമിനീരിൻ്റെയും ഒക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ താൽക്കാലികമായ സപ്പോർട്ട് സിസ്റ്റംസ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഷുഗർ ഇസ് വൈറ്റ് പോയ്സൺ. കൃത്രിമ മധുരങ്ങൾക്കും അവയുടെ ദോഷവശങ്ങളുണ്ട്. അവയുടെ പഠനങ്ങൾ അപൂർണമാണ്. ആയതിനാൽ ഭക്ഷണം തന്നെ ഔഷധം എന്ന പഴമൊഴി കാര്യത്തിലെടുത്ത് ഭക്ഷണം നിയന്ത്രണ വിധേയമാക്കാൻ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് എന്നേക്കുമായി അകറ്റി നിർത്താൻ സാധിച്ചേക്കും. ഫോസ്ഫോറിക് ആസിഡ് പോലെയുള്ള രാസവസ്തുക്കൾ പലപ്പോഴും നമ്മുടെ എല്ലുകളെ ദുർബലമാക്കുന്നതായി പഠനങ്ങളുണ്ട്. കേട്ടല്ലോ? അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.